ചങ്ങായിമാരെ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തണുത്തതിന് ശേഷം വീണ്ടും ഓരോ പ്രശ്നങ്ങളായിട്ട് കൂടിക്കൂടി വരുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളെ 2K കിഡ്സിൻ്റെ കാര്യം തന്നെ എന്ന് പറയാൻ പോകുന്നത്. കാരണം ഒരു കൊറിയൻ ഫ്രണ്ട് മരിച്ചെന്ന് പറഞ്ഞിട്ട് പാറമടയിൽ പോയിട്ട് ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടി, ഒരു +1 പഠിക്കുന്ന പെൺകുട്ടി. അപ്പോൾ എന്ന് വെച്ചാൽ +1 സ്കൂളിനേക്കാളും എന്നാ പറയണ്ടേ, കൂടുതലായിട്ട് ഇതിൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ ആണ് ഈ പെൺകുട്ടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്താണ് കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് കാണുന്നത്. കാരണം അല്ലാണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട ഒരു ബന്ധം വരുക എന്ന് പറഞ്ഞാൽ ആ ഒരു കൊറിയൻ ഫ്രണ്ടുമായിട്ട്. എന്ത് കൊറിയൻ ഫ്രണ്ട്? നിങ്ങളെന്തായി പറയുന്നത്? പെൺകുട്ടി തലയിലായെന്ന് ഉറപ്പായതിന് ശേഷമാണ് അയാൾ മാറ്റിയിട്ട് എന്നാ പറയണ്ട, മരിച്ചെന്ന് വരുത്തി തീർത്തിട്ട് ആ പെൺകുട്ടീനെ അതിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. അല്ലാണ്ട് ഈ കൊറിയ ഫ്രണ്ടിനോടൊക്കെ ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അതിനായിട്ടുള്ള എന്നാ പറയണ്ടേ എന്ത് അറിവാണ് ഉണ്ടാവുക? ഒരറിവും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട് ചിലപ്പോൾ ചാറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അതായത് ഒരാളോട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ തലയിലാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ശ്രമമാണ് ഇങ്ങനെ മരിക്കും, ചത്ത് കളയെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അത് പെൺകുട്ടികളാണത് യൂസ് ചെയ്യല്. പകുതി മുക്കാലും തേപ്പ് ടീമുകൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ പറയാം, ആൺപിള്ളേരും ഇതേപോലെ തേക്കാൻ നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ചെറിയ പെൺകുട്ടികൾ എന്ന് വെച്ചാൽ +1 ആണ്, അവരുടെ വയസ്സ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 22-23 വയസ്സിലുള്ള ആൺകുട്ടികളൊക്കെ ഈ കുട്ടിക്ക് പ്രായം ആയിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇനി നോക്കിയിട്ട് നേരിട്ട് കണ്ടിട്ടൊക്കെ എന്തെങ്കിലും സംഭവിച്ചൊക്കെ പോയാൽ പോക്സോ കേസിൽ അകത്താവും. ഞാൻ പറഞ്ഞിട്ടില്ല, പോക്സോ കേസിൽ ഒരുപാട് ആൺകുട്ടികളും ആണുങ്ങളും ഒക്കെ അകത്താവുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ചതിക്കുഴികളും ഉണ്ടാകും. പക്ഷേ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അത്രയും അഡിക്റ്റ് ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നടക്കൂല എന്ന് തോന്നിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൊറിയൻ ഫ്രണ്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്തിട്ട് മുങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അന്വേഷണത്തിൽ സൈബർ സെല്ല് കാര്യങ്ങൾ പോലീസുകാരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികൾ എങ്ങനെയായാലും അതിൽ നിന്ന് വഴി തിരിച്ചു വിടാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഉള്ള സ്റ്റോറിയും സകല പോസ്റ്റും ഒക്കെ ഇട്ടിട്ടൊക്കെ ജീവിക്കുന്ന ടീമുകളാണ് പകുതി. കാരണം കഞ്ഞിയില്ലെങ്കിലും സോഷ്യൽ മീഡിയ വേണമെന്നുള്ള രീതിക്കാണ് എല്ലാവരും ജീവിക്കുന്നത്. സ്വന്തം അമ്മേനെ അച്ഛനെയും പോലും വിലയില്ലാത്തവരാണ് പകുതി മുക്കാൽ ആൾക്കാരും. അവരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം. ഇതിൻ്റെ അകത്തൊക്കെ ആക്റ്റീവ് അല്ലാത്തവർ ഒരുപാട് പേരാണ് വിജയിച്ചിട്ടൊക്കെ ഉള്ളത്. പിന്നെയും കുഴപ്പമൊന്നുമില്ല. സിനിമ പബ്ലിക് ഫിഗറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം കൊണ്ട് ഗുണമുണ്ട്. അല്ലാണ്ട് എന്നെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് പോസ്റ്റും ഒന്നും ഇട്ടിട്ടൊന്നും യാതൊരു കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഗുണമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഗുണം വേണം, നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ഗുണം വേണം. ഞാനത് മനസ്സിലാക്കിയത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയത്. ഇതിൻ്റെ അകത്ത് അറിയാത്തവരെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷ്ടകാലം മാത്രമേ ഉണ്ടാവും. നേരെ മറിച്ച് അറിയുന്നവരെ മാത്രം ആഡ് ചെയ്തിട്ട് പോകുന്നതാണെങ്കിൽ പിന്നെയും ഗുണമുണ്ടാവും. അറിയാത്തവരെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വള്ളിക്കെട്ടുകൾ മാത്രമേ നമുക്കുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അതിനുശേഷം നമ്മൾ ആരുമായിട്ടും കോൺടാക്റ്റും കാര്യങ്ങളൊന്നും വെക്കില്ല. പക്ഷേ ചെറിയ പെമ്പിളറോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആ പ്രായത്തിൻ്റെ ആ ഒരു പക്വതയില്ലായ്മയിൽ ഓരോന്ന് വരുത്തി കൂട്ടുവയ്യ. ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ ആർക്കാണ് നഷ്ടം? അവനിപ്പം വേറെ ഐഡിയയും വെച്ചിട്ട് വേറെ ആളോട് ചാറ്റ് തുടങ്ങിയിട്ടുണ്ടാവും.